അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തെ ലോസ് ആഞ്ചൽസിൽ അവിടെ നടക്കുന്ന പ്രതിഷേധത്തെ അടിച്ചമർത്തുവാൻ സൈന്യത്തെ ഇറക്കുന്ന കടുത്ത നടപടിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീങ്ങിയിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ വളരെ വയലൻ്റായി അക്രമ സ്വഭാവത്തോടെയാണ് ലോസ് ആഞ്ചൽസിൽ പല പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ പ്രതിഷേധത്തിൻ്റെ പല ദൃശ്യങ്ങളും പരിശോധിക്കുമ്പോൾ അവിടെ പല രാജ്യത്തിൻ്റെയും കൊടികൾ നമുക്ക് കാണാൻ സാധിക്കും. പാലസ്തീൻ്റെ കൊടി നമുക്ക് കാണാൻ സാധിക്കും, മെക്സിക്കോയുടെ കൊടി നമുക്ക് കാണാൻ സാധിക്കും, സോവിയറ്റ് യൂണിയൻ്റെ കൊടി നമുക്ക് കാണാൻ സാധിക്കും. ചില ദൃശ്യങ്ങളിൽ ചില പ്രതിഷേധക്കാരൊക്കെ കഫീ ധരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ചില ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു അജണ്ട? നമ്മളത് ആഴത്തിൽ പഠിച്ച് നോക്കുമ്പോൾ ഒരു ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ലിബറൽ ആ കൂട്ടുകെട്ടിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇപ്പോൾ അമേരിക്കയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സൂചനകളാണ്, ആ കാര്യങ്ങളാണ്, അതിൻ്റെ പിന്നിലെ അജണ്ടകളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോൺ റോബിൻ. അസാധാരണമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഈ ഹോളിവുഡൊക്കെ സ്ഥിതി ചെയ്യുന്ന ലോസ് ആഞ്ചൽസ് മേഖല, ആ മേഖലയുടെ പ്രത്യേകത നമുക്കറിയാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ വലിയ രീതിയിലുള്ള കാട്ടുതീ ഒരു നാശനഷ്ടം വിതച്ചത്. അപ്പോൾ അവിടെ പട്ടാളത്തെ ഇറക്കുന്ന ഒരു നടപടിയിലേക്ക്, അമേരിക്കൻ പട്ടാളത്തെ ഇറക്കുന്ന നടപടിയിലേക്ക് ട്രംപ് തിരിഞ്ഞിരിക്കുന്നു. നാഷണൽ ഗാർഡ്സ്, ഒപ്പം തന്നെ മറൈൻസിനെയൊക്കെ ഇറക്കിയിരിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സമാധാന പരിപാലനത്തിന് വേണ്ടിയിട്ട് പട്ടാളത്തെ ഇറക്കുന്ന നടപടി അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ വലിയൊരു മാധ്യമ ശ്രദ്ധ തന്നെയാണ് ഇപ്പോൾ ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നു? ആ പ്രതിഷേധത്തിൻ്റെ ഒരു അജണ്ട എന്തൊക്കെയാണ്? അവിടെ നിന്നും ഉയരുന്ന ചില മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നും നാം കാണുന്ന ചില കാഴ്ചകൾ നമ്മളെ പല രീതിയിലും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതാദ്യമേ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായും എങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാൻ ഇടയായത്? അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നത്. ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭരണകാലയളവിൽ ഏകദേശം ഒരു കണക്കൊക്കെ പറയുന്നത് 1,00,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നു, ചിലരെ ഡിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്തകളൊക്കെ നാം കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ലോസ് ആഞ്ചൽസ് കേന്ദ്രീകരിച്ച് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, ICE എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതായിരുന്നു. അപ്പോൾ ഇവർ നടത്തിയ റെയ്ഡുകൾ എന്ന് പറയുന്നത് ചില ബിസിനസ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടത്തിയത്. അതിൽ ഏകദേശം 100ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് പറയുന്ന അവരുടെ ഒരു വെർഷൻ പ്രകാരം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഡ്രഗ് ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്, അത്തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇവർക്ക് പിന്നിലുണ്ട്. അപ്പോൾ ഈ അറസ്റ്റാണ് ഒരു പ്രതിഷേധത്തിലേക്ക് അവിടെ വഴിമരുന്നിട്ടത്. ഇനി നമുക്ക് അവിടെ നടന്ന പ്രതിഷേധങ്ങളുടെ ചില ചിത്രീകരണങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ഒരു നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുക സ്വാഭാവികം. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും ആർക്കും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവർ നടത്തുന്ന ഒരു പ്രതിഷേധം എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിലൊരു തെരുവ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. പ്രതിഷേധക്കാർ വാഹനങ്ങൾ കത്തിക്കുന്നു, പോലീസുമായി ഏറ്റുമുട്ടുന്നു, സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നു. അത്തരത്തിലുള്ള ഒരു ഒരു കാൽക്കുലേറ്റഡായി ഒരു അക്രമം അഴിച്ചുവിടുക, അവിടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇക്കൂട്ടർ അവിടെ, ഈ പ്രതിഷേധക്കാർ അവിടെ അക്രമം അഴിച്ചുവിടുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ അവർ ഉയർത്തുന്ന ചില പതാകകൾ, ഈ പാലസ്തീൻ പതാകയൊക്കെ നമുക്ക് ഈ പ്രതിഷേധക്കാരുടെ കയ്യിൽ കാണാൻ സാധിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ പതാക നമുക്ക് കാണാൻ സാധിച്ചു. മെക്സിക്കോയുടെ പതാക നമുക്ക് കാണാൻ സാധിച്ചു. ഈ അമേരിക്കയുടെ ഒരു ആഭ്യന്തരപരമായിട്ടുള്ള ഒരു കാര്യം, അതിനെതിരെ നടത്തുന്ന ഒരു പ്രതിഷേധ പരിപാടിയിൽ എന്തുകൊണ്ട് ഇവർ പാലസ്തീൻ പതാക ഉയർത്തുന്നു എന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോസ് ആഞ്ചൽസിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ റോബിനിലേക്കും ജോണിലേക്കും വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്നത് ഒരു ഏരിയ ഓഫ് ഇമിഗ്രൻസ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയയാണ്. അതായത് കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ ഏകദേശം 27% പോപ്പുലേഷൻ ഈ ലോസ് ആഞ്ചൽസ് കേന്ദ്രീകരിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഈ ഏകദേശം 35% ആ മേഖലയുടെ പോപ്പുലേഷനിൽ 35% ഫോറിൻ ബോണാണ്, അതായത് അമേരിക്കയ്ക്ക് പുറത്ത് ജനിച്ചവരാണ്.
ഇനി മറ്റൊരു കണക്ക് പറയുന്നത് ഈ ലോസ് ആഞ്ചലസ് കൗണ്ടി അല്ലെങ്കിൽ ആ സിറ്റി മേഖലകളിലൊക്കെ അതിൽ 5-ൽ ഒരാളുടെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ ഡോക്യുമെൻറ്റേഷൻ, അത് കൃത്യമായിട്ടും അത് അമേരിക്കൻ സിറ്റിസണാണ്, അവിടെ വന്ന് കൃത്യമായി താമസിക്കുന്ന വ്യക്തിയാണ് എന്നത് തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിലൊക്കെ ആ മേഖലയിൽ 65% പേരും പിന്തുണച്ചിരുന്നത് കമല ഹാരിസാണ്. അപ്പോൾ ഡെമോക്രാറ്റുകളുടെ ഒരു ഉറച്ച കോട്ടയാണ്, സ്ട്രോങ് ഹോൾഡാണ്, ഇമിഗ്രൻസിൻ്റെ ഒരു മേഖലയാണ്. അതിൽ ഭൂരിഭാഗം പേർക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പലർക്കും കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഇല്ല, പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്നവരാണ്. മറ്റൊരു കണക്ക് സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള അമേരിക്കയിലെ സിറ്റികളിൽ ഒന്നാണ് ഈ ലോസ് ആഞ്ചൽസ് എന്നുകൂടി ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ലോസ് ആഞ്ചൽസ് മേഖലയുടെ നിലവിലെ ഒരു ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ റിലീജിയസ് അല്ലെങ്കിൽ ഒരു എത്നിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ പ്രൊട്ടസ്റ്റ് എങ്ങനെ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് വഴിമാറി, അവിടെ എങ്ങനെ ഒരു പാലസ്തീൻ പതാക അവിടെ ഉയരുന്നു എന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോബിൻ, നമ്മൾ ഈ ലോസ് ആഞ്ചൽസിലെ ഒരു പ്രൊട്ടസ്റ്റ്, അത് അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് നടത്തുന്ന ആ ഒരു റെയ്ഡ്, അതിനെതിരെ അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു. പലപ്പോഴും അവിടെ നിന്നുള്ള പല വാർത്തകളും കാണുമ്പോൾ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യമുണ്ട്, ICE ഈസ് നോട്ട് വെൽക്കം ഹിയർ. അതായത് ICE എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്, അവരുടെ ഏരിയയിലേക്ക് ICE വരാൻ പാടില്ല എന്നുള്ളൊരു മുദ്രാവാക്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് കുറേ നാളുകളായിട്ട് ഈ പല രാജ്യങ്ങളിലേക്കും അനധികൃതമായിട്ട് കുടിയേറി വരുന്നവർ നേതൃത്വം നൽകുന്ന പ്രൊട്ടസ്റ്റിൽ നമുക്ക് കോമൺ ആയി കാണുന്ന ഒരു ഫ്ലാഗുണ്ട്, പാലസ്തീൻ പതാക. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്, ഈ ലോസ് ആഞ്ചൽസ് ആ ഒരു മേഖല ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ നാഷണൽ ആവറേജിനേക്കാളും ക്രൈം റേറ്റ് കൂടുതൽ ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ലോസ് ആഞ്ചൽസ്. അതും ഈ അനധികൃത കുടിയേറ്റവും തമ്മിൽ എന്തെങ്കിലും ഒരു കോറിലേഷൻ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുമോ? നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്, ഈ ട്രംപ് നടത്തിയ റെയ്ഡിനെതിരെ വിമർശനം ഉന്നയിച്ചത് അവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. അതായത് കാലിഫോർണിയൻ ഗവർണർ 2028 പ്രസിഡൻഷ്യൽ റേസിലേക്കൊക്കെ വരുമെന്ന് കരുതപ്പെടുന്ന കാലിഫോർണിയൻ ഗവർണർ, എനിക്ക് തോന്നുന്നു കെവിൻ ന്യൂസൺ എന്ന് പറയുന്ന ആ വ്യക്തി, പേരങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ ലോസ് ആഞ്ചൽസ് മേയറും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇത് 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ളതാണ് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഒരേ സമയം ഒരു കൂട്ടർ ഡെമോക്രാറ്റുകൾ മൈഗ്രേഷനെ അനുകൂലിച്ചു എന്ന് വെച്ചാൽ അത് നമ്മൾ എനിക്ക് ഒന്ന് പറഞ്ഞ് വരേണ്ടതാണ്, അതിൻ്റെ ചരിത്രമടക്കം പറഞ്ഞു വരേണ്ടതാണ്. ഡെമോക്രാറ്റുകൾ മൈഗ്രേഷനെ അനുകൂലിച്ചു, മറ്റേ റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപിൻ്റെ പാർട്ടി ഈ മൈഗ്രേഷനെ എതിർത്തു. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കുന്നു എന്ന് അവിടെയുള്ള ജനങ്ങളെ കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ്. ഇപ്പോൾ ട്രംപ് 2000-ഓളം നാഷണൽ ഗാർഡ്സിനെ ഇറക്കി അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അമേരിക്കൻ ജനത, നമുക്കറിയാം അമേരിക്കയിലെ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള വോട്ട് വളരെ ഭൂരിപക്ഷം കിട്ടിയാണ് ട്രംപ് ജയിച്ചത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് അമേരിക്കയിലെ ജനങ്ങൾക്ക് ട്രംപ് കൊടുക്കുന്നത്, ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ ഈ മൈഗ്രേഷനെക്കുറിച്ച് അമേരിക്കയുടെ നമ്മളിപ്പം സൂചിപ്പിക്കുകയുണ്ടായി, മൈഗ്രേഷൻ എന്ന് പറയുന്നത് അമേരിക്കയും ഒരു മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, കുടിയേറ്റക്കാരുടെ ഒരു രാജ്യമാണ്. ശരിക്കും ചരിത്രങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ എന്നുള്ളൊരു മനുഷ്യനെ ഒരു ജീവി വർഗമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതുപോലെ തന്നെ അസീറിയൻ, അതുപോലെ അങ്ങനെ പേർഷ്യൻ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ അടക്കമുള്ള ഇങ്ങനെയുള്ള സംസ്കാരങ്ങളെല്ലാം മനുഷ്യൻ കുടിയേറി ഉണ്ടായത് വെച്ചാൽ, അതുപോലെ റോമിൻ്റെ സംസ്കാരങ്ങളെല്ലാം മനുഷ്യൻ കുടിയേറി ഉണ്ടാക്കിയെടുത്ത സംസ്കാരങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ എന്ന ജീവി മറ്റ് ജീവിവർഗങ്ങളെപ്പോലെ അതിന് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളിലേക്ക് അത് എപ്പോഴും മറ്റ് ജീവിവർഗങ്ങളെ പോലെ ചേക്കേറുന്നു എന്നുള്ളതൊരു ചരിത്രമാണത്. അപ്പോൾ നമ്മളിപ്പം ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറ്റവും അമേരിക്കയിൽ കുടിയേറ്റം നടക്കുമ്പോൾ ആഫ്രിക്കയുടെ അവസ്ഥ നമുക്കറിയാം, എങ്ങനെ എത്രത്തോളം അണ്ടർ ഡെവലപ്ഡാണ്, എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നതാണ്. ഇനി ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറുമ്പോൾ അവിടെയും നമുക്ക് മനസ്സിലാക്കാം യുദ്ധവും അരക്ഷിതാവസ്ഥയും കാരണം, പട്ടിണിയും എല്ലാം കാരണം ആളുകൾ കുടിയേറുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം, അവിടെ ഇതുപോലെ തന്നെ ഈ മാഫിയകളും ഡ്രഗും അതുപോലെ തന്നെ അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ ഭരണങ്ങളും അങ്ങനെയെല്ലാമായിട്ട് ആകെ അതപ്പതിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു രക്ഷ തേടിയാണ് അമേരിക്കയിലേക്ക് ഇവരും കുടിയേറുന്നത്. എന്ന് വെച്ചാൽ ആരും അമേരിക്കയിലേക്ക് കുടിയേറുന്നത് ഒരു പക്ഷേ എലോൺ മസ്ക് ആകാനോ അല്ലെങ്കിൽ ജസ് ബസോസോ അങ്ങനെയൊക്കെയുള്ള ആരും ആകാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പോൾ മാർക്ക് സുക്കർബർഗോ അങ്ങനെ ആരും ആകാൻ വേണ്ടിയിട്ടല്ലേ, ഇവരെല്ലാം അവരുടെ മക്കളെക്ക് നല്ല ജീവിതം കിട്ടാനും അവർക്കൊരു നല്ല ജീവിതത്തിലേക്ക് മാറാനും വേണ്ടിയാണ് അമേരിക്കയിലേക്ക് കുടിയേറുന്നത് എന്നുള്ളൊരു വസ്തുത അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് ഇതിനെ എതിർക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ലയോ 14 പാപ്പയുടെ
മൈഗ്രൻസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മൈഗ്രൻസിനെ സ്വീകരിക്കണം എന്നാണല്ലോ, നിങ്ങളുമായിട്ട് കോൺട്രവേഴ്സൽ ആണല്ലോ എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളും മാർപ്പാപ്പ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാർപ്പാപ്പ ഒരിക്കലും ക്രിമിനലുകൾ ഇവിടെ വന്ന് അഴിഞ്ഞാടണമെന്ന് മാർപ്പാപ്പ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ക്രിമിനലുകൾ ഇവിടെ അഴിഞ്ഞാടണമെന്ന് മാർപ്പാപ്പയും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരേ ടീമിലാണ്. അപ്പം അവർ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, കൃത്യമായിട്ടും ഏകദേശം ലക്ഷത്തിന് മുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയുടെ തെരുവുകളിൽ ഈ ഡ്രഗ് അഡിക്റ്റായിട്ട് മരിച്ചു വീഴുന്ന സാഹചര്യമുണ്ട് ഓരോ വർഷങ്ങളിലും. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യണം. അതുപോലെ തന്നെ പല ക്രിമിനൽ ഗ്യാങ്ങുകളുണ്ട്, ആ ക്രിമിനൽ ഗ്യാങ്ങുകളെ അമർച്ച ചെയ്യണം. പലപ്പോഴും അതെല്ലാം ഈ ഇമിഗ്രേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോലീസിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത, നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ ഗ്രില്ലൊക്കെ, കടയുടെ മുന്നിൽ ഗ്രില്ലൊക്കെ ഇട്ട്, വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ട് അടിയിൽ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ഏരിയകളെക്കുറിച്ച് പല ഹോളിവുഡ് സിനിമകൾ കാണിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇല്ലായ്മ ചെയ്യണം. അവിടെ ഗവൺമെൻറ് ഇപ്പം നാഷണൽ ഗാർഡ്സിനാണെങ്കിലും പോലീസിനാണെങ്കിലും അവിടെ കയറി ചെല്ലാൻ പറ്റാത്ത, നിയമപാലകർക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു ഇടവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ഇടങ്ങൾ ഇതുപോലുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, അവിടെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ട്രംപിൻ്റെ പോളിസിയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഒരു രീതിയുടെ ഭാഗം തന്നെയാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഭാഗത്തു നിന്നും അത് ശരിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. പക്ഷേ ഈ ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, ഡെമോക്രാറ്റുകൾ നമുക്കറിയാം ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ പലസ്തീൻ്റെ പതാകയുണ്ടായി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ പതാക. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഈ ഇടത് ഇസ്ലാമിക ലിബറൽ എക്കോസിസ്റ്റം എന്ന് നമ്മൾ പറയും, അതാണ് ഡെമോക്രാറ്റുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ, ലെഫ്റ്റ് ചിന്താഗതി. അപ്പം ഈ യൂറോപ്പിലും അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ, യൂറോപ്പിലെ ഇപ്പോൾ ഈ കീർ സ്റ്റാർമർ അടക്കമുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അടക്കമുള്ള, ഇപ്പോൾ ജർമ്മനിയുടെ ചാൻസലർ അടക്കം, അങ്ങനെ ഇവരെല്ലാവരും ഒരു വിങ്ങാണ്. അവർക്കെതിരാണ് ആക്ച്വലി ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ജോർജിയ മെലോണി, ഹംഗറിയുടെ വിക്ടർ ഓർബൻ, ഇപ്പോൾ പോളണ്ടിൻ്റെ പ്രസിഡന്റ്, പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആൾ, ഇവരെല്ലാവരും അതിന് ഓപ്പോസിറ്റാണ്. പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളാണ്. ഈ പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു, ആ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അവർക്കൊരു ഗ്ലോബൽ അജണ്ടയ്ക്ക് അപ്പുറത്ത് രാജ്യത്തെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹംഗറിയുടെ വിക്ടർ ഓർബനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള ഒരു ഭരണാധികാരി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയതിൻ്റെ ഉള്ളിൽ ആ ലേഖനത്തിൽ വന്നൊരു കാര്യങ്ങൾ തന്നെയാണ്, അവിടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്, ബെറ്റർ ഫാമിലി ലൈഫ്, ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ, അതുപോലെ LGBTQ എതിർക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ് അവിടുത്തെ ബെറ്റർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനം വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മളും അതിനെയാണ് അനുകൂലിക്കുന്നത്. ഈ പോപ്പുലിസ്റ്റ് ഗവൺമെൻറ്റുകളെല്ലാം ഈ രീതിയിൽ ഇതിനെയാണ് അനുകൂലിക്കുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ രാജ്യങ്ങളിലെല്ലാം ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ജനങ്ങളുടെ ചിന്താഗതികൾ അങ്ങനെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൈഗ്രേഷൻ ഇത്രയും വലിയ ഫാക്ടറാകാൻ കാരണം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പലസ്തീൻ്റെ പതാകകൾ ഉയർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൈഗ്രേഷനെ കത്തോലിക്ക സഭ കണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കരുണയുടെ മുഖം. നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയും അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള ജനങ്ങൾ, ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരോട് കാണിക്കുന്ന ഒരു കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നു കത്തോലിക്ക സഭയുടേത്. എന്നാൽ നേരെ തിരിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് വന്നപ്പം അവർക്കത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു അജണ്ട നടപ്പാക്കാനുള്ള ഒരു മാർഗമാക്കി അവർ ഇതിനെ മാറ്റുകയുണ്ടായി. ഇനി ലിബറലായിട്ടുള്ള ലിബറൽ ആളുകളുടെ കയ്യിലേക്ക് വന്നപ്പോൾ തന്നെ യൂറോപ്പിലും അമേരിക്കയിലുള്ള ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി അടക്കമുള്ള അവരുടെ കയ്യിലേക്ക് ഇത് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാനുള്ള, എന്ന് വെച്ചാൽ അവർക്ക് മൾട്ടി കൾച്ചറലിസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു സംസ്കാരം, കത്തോലിക്ക സഭയെ, ക്രിസ്ത്യാനിറ്റിയെ ഒതുക്കി നിർത്തുക, അവിടെ ഈ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ടുവരിക, അങ്ങനെ എല്ലാ രീതിയിലുള്ള സംസ്കാരങ്ങളെയും കൊണ്ടുവന്ന് അവരെ എല്ലാം കൂടി ഒരു മൾട്ടി കൾച്ചറലിസ്റ്റ് സ്റ്റേറ്റിലേക്ക് മാറ്റാനുള്ള അവരുടെ അജണ്ട അവർ ഇതിനുള്ളിൽ കൊണ്ടുവന്നു. ഇനി മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ അത്ര ആയപ്പോഴത്തേനും
ജനങ്ങൾക്ക് മടുത്തു, ജനങ്ങൾ എതിർക്കാൻ തുടങ്ങിയപ്പോൾ പോപ്പുലിസ്റ്റ് ഭരണാധികാരികൾ രംഗത്ത് വരാൻ തുടങ്ങി. അവർക്ക് ഇപ്പോൾ വലിയ വിക്ടറികൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കുകളുടെയും രാഷ്ട്രീയമാണ്. ഇതേ രാഷ്ട്രീയം തന്നെ ഇനി യൂറോപ്പിലും കാണാൻ കിടക്കുകയാണ്. എല്ലായിടത്തു നിന്നും ഇതുപോലുള്ള മൈഗ്രൻസിനെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. ഇനി മറ്റൊരു അവസ്ഥ കൂടി, അമേരിക്കയുടെ മറ്റൊരു അവസ്ഥ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, മൈഗ്രേഷൻ്റെ അവസ്ഥ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിലെ ദരിദ്ര നാരായണന്മാരായ മനുഷ്യരാണ് ഈ അമേരിക്കയുടെ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്ന സാഹചര്യം. എന്നാൽ അവിടെ നേറ്റീവ് അമേരിക്കൻസും അതുപോലെ ബൈസണുകൾ എന്ന് പറയുന്ന ആ ഒരു കാണാമൃഗം പോലത്തെ അങ്ങനത്തെ ആ മൃഗം ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. അത് അങ്ങനെ കിടന്ന സ്ഥലമാണ്. അവിടേക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഈ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യൂറോപ്പിൽ നിന്ന് വമ്പിച്ച കുടിയേറ്റമാണ് നടന്നത്. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ കുടിയേറ്റം പോലെ പനിയും അതും അസുഖങ്ങളും പിടിച്ച് മരിച്ച് അങ്ങനെ കഷ്ടപ്പെട്ടാണ് അവിടുത്തെ യൂറോപ്പിലെ മനുഷ്യർ ഇവിടെ കുടിയേറി ഇന്നത്തെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് വീണ്ടും കുറേ ഇങ്ങനെയുള്ള ആളുകൾ വന്നു വെച്ചിട്ട് അവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്കൊരു അസ്വസ്ഥയുണ്ടാകും. കാരണം നമ്മളിപ്പം അമേരിക്ക കുടിയേറിയ മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ പോലും ഒന്നുമില്ലാതിരുന്ന ഒരു പ്രദേശത്തേക്ക് കുടിയേറി വന്ന് അവരുടെ ജീവൻ, പൂർവികരുടെ പലരുടെയും ജീവൻ അസുഖം അങ്ങനെ കൊടുത്ത് അവരുണ്ടാക്കിയെടുത്തൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിലേക്കാണ് പുതിയ ആളുകൾ വന്നേച്ചിട്ട് ഇതുപോലുള്ള ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തി അവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അമേരിക്ക മാത്രമല്ല യൂറോപ്പിലും ഇനിയും ഉണ്ടാകാൻ പോകുന്നത് ഇതുപോലെ ട്രംപ് ചെയ്യുന്ന ഇതേ രീതികൾ തന്നെയായിരിക്കും നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ജോൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കണക്ക്, ഒരു യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയയുടെ ഒരു കണക്ക് പ്രകാരം 2020 കണക്കാണ്. ആ മേഖലയിൽ ഏകദേശം 9 ലക്ഷത്തോളം അൺഡോക്യുമെൻറ്റ് ഇമിഗ്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2020 കണക്കാണ്. എങ്ങനെയാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു ഇല്ലീഗലായിട്ടുള്ള രീതിയിലൊരു ഇമിഗ്രൻസിൻ്റെ വലിയൊരു ഇൻഫ്ലോ അവിടെ സംഭവിക്കും? നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. മെക്സിക്കോ ബോർഡറൊക്കെ അതിൻ്റെ അറിയാം. അതിനേക്കാളൊക്കെ ഉപരി പ്രത്യേകിച്ച് ചില ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, കുറേ കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവിടേക്ക് വരുന്നുണ്ട്. എങ്ങനെ ഇവരുടെ ഒരു കണക്ക് വലിയ രീതിയിൽ ഉയരുന്നു? എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? അമേരിക്കയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, അമേരിക്കൻ ചരിത്രം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, അമേരിക്ക ഈസ് ആക്ച്വലി ബിൽറ്റ് അപ്പോൺ ഇമിഗ്രൻസ്. നമുക്കറിയാലോ ഒരു ചരിത്രം നോക്കണം. ആദ്യം മെസോ അമേരിക്കൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന്, അബോറിജിനൽ പീപ്പിൾസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഫ്രഞ്ചുകാർ, സ്പാനിഷ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പീപ്പിൾ വന്നിട്ടാണ് ഈ പറയുന്ന അമേരിക്കൻ ഭൂഖണ്ഡം തന്നെ ജനനിബിഡമാക്കുന്നത്. അവിടെയുള്ള അബോറിജിനൽസ് അതുപോലെയുള്ള ആൾക്കാരൊക്കെ അവരുടെ സെക്റ്റുകൾ, ട്രൈബുകളൊക്കെ ഇല്ലായ്മ ചെയ്തിട്ടാണ് അവിടെ ഒരു അമേരിക്കൻ രാജ്യം അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ളൊരു കോണ്ടിനെൻ്റ് തന്നെ കുറച്ചും കൂടി ആക്റ്റീവ് ആക്കുന്നത്. ഇവിടെ നമുക്ക് കാലിഫോർണിയയുടെ ഭാഗം എടുത്ത് നോക്കിയിട്ട് പിന്നെ അടുത്തേക്ക് നോക്കാം. ഒന്നാമത്തെ ഡെമോഗ്രാഫിക് റിയാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 40% കാലിഫോർണിയ ആൾക്കാർ ലാറ്റിനോസാണ്. നേരത്തെ പറഞ്ഞ പോലെ മിസ് ജോർജ് പറഞ്ഞ പോലെ, പക്ഷേ USA തന്നെ ഏറ്റവും കൂടുതൽ അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള പൗരന്മാരെന്ന് പറയാൻ പറ്റില്ല, ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കാലിഫോർണിയയാണ്. കാലിഫോർണിയ പലതിനും പേര് കേട്ടതാണ്. വളരെ പ്രശസ്തമായ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിഫോർണിയ ബെർക്ക്ലി എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. അതേസമയം എന്തുകൊണ്ടാണ് കാലിഫോർണിയയിലേക്ക് മാത്രം? അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ലോസ് ആഞ്ചൽസ്, ന്യൂയോർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ ശരിക്കും സാഞ്ചുറി സിറ്റീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും അതായത് മിക്സഡ് ആയിട്ടുള്ള പല റേസിൽ നിന്ന് വന്നിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ആഫ്രിക്കക്കാരായിരിക്കാം, ലാറ്റിനോസ് ആയിരിക്കാം, ഏഷ്യക്കാരായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് ലോസ് ആഞ്ചൽസ്. ബിഗ് സിറ്റീസ്, ലോസ് ആഞ്ചൽസ്, ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ട്രംപിൻ്റെ ഒരു നിലപാടനുസരിച്ച് ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് USA ആൾക്കാർക്ക് നല്ല ജോലിക്കുള്ള അവസരം കുറവാണ് കിട്ടുന്നത്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു കാര്യം കൂടി ട്രംപ് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ അമേരിക്ക എന്നുള്ളൊരു വലിയൊരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന ഐക്യനാടുകളുടെ മൊത്തം സുരക്ഷയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അതായത് ഇപ്പോൾ 2 കാര്യങ്ങൾ ട്രംപിൻ്റെ ഇത് വാക്യത്തിൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് മനസ്സിലാക്കും. ഒന്ന് നാഷണലിസം, അമേരിക്ക ഈസ് എ ഫസ്റ്റ് കൺട്രി, ഇപ്പോഴും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് തന്നെയാണല്ലോ അമേരിക്ക ഫസ്റ്റ് കൺട്രി. അമേരിക്ക ഒരു പ്രൗഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പറയാം, അഹങ്കാരമാണോ അഭിമാനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അമേരിക്ക ഫസ്റ്റ് ആണെന്ന് നമുക്കറിയാം ഒരു ഓവർ പവറിൻ്റെ ഭാഗത്തു നിന്ന്. രണ്ടാമത് പറയുന്നത് പ്രൊട്ടക്ഷനിസം. ഈ അമേരിക്കയെ മറ്റ് ത്രെട്ടുകളിൽ നിന്ന് ഒരു പക്ഷേ അറിയാം, ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അത് തകർത്തൊരു കാലഘട്ടം മുതൽക്ക് ഈ അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഇസ്ലാമിക് കൺട്രികളോട്
ഇസ്ലാമിക് സ്റ്റേറ്റ്സുകളോട് അല്പം ചെറുതായിട്ടൊക്കെ പേടി വന്നിട്ടുണ്ട്. കാരണം അത് ഇത്ര വലിയ അന്ന് തന്നെ വലിയൊരു കൊടി കുത്തി വാണിരുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പക്ഷേ നെറ്റിത്തടത്തിനിട്ടാണ് അന്ന് ഈ ബിൻ ലാദൻ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ വിമാനം ഇടിച്ച് താഴ്ത്തിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയൊരു പേടിയാണ്. അതുകൊണ്ടാണ് 2001 ഞാൻ പറഞ്ഞത് ICE ശരിക്കും അങ്ങനത്തെ ഒരു സംഘടനയുടെ വലിയൊരു രൂപകൽപ്പനയും അതിന് മുമ്പാണ് സംഘടന രൂപകൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള പേരിലാണ് കൂടുതലും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ തലവൻ തൻ്റെ നാട് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന 1, 2, 3 കാര്യങ്ങളാണ്. കൂടുതലായിട്ടും ഈ പറയുന്ന അഭയാർത്ഥികൾ അല്ലെങ്കിൽ കുടിയേറ്റക്കാർ എത്തുന്നത് മെക്സിക്കൻ ബോർഡറുകളിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം അമേരിക്കയുടെ 15% ഈ പറയുന്ന മെക്സിക്കൻ പീപ്പിളാണ് കൂടുതലും പലയിടങ്ങളിലായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മെക്സിക്കനായിട്ടുള്ള ഒരു എന്താ പറയുക നാഷണലിസ്റ്റിക് ഐഡിയോളജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൂട്ടായ്മ നമുക്കറിയാമല്ലോ. ഈ പല സ്ഥലങ്ങളിലും ചൈന ടൗൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മെക്സിക്കൻ ആയിട്ടുള്ളൊരു യൂണിറ്റി അവരിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ട്രംപ് ചിന്തിച്ച് കാണാം ഇൻ ഫ്യൂച്ചർ ഇത് രാജ്യത്തിന് അപകടമായേക്കാം, പല സ്ഥലങ്ങളും ഈ മെക്സിക്കക്കാർ കീഴടക്കിയേക്കാം. അപ്പോൾ അതേസമയം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്, മെക്സിക്കയിൽ ഇങ്ങനെ വരുന്ന എല്ലാവരും എങ്ങനെയാണെന്നല്ല, പല ഡ്രഗ് കാർട്ടൽസ് ഉൾപ്പെടെ പല സ്മഗ്ലിങ് അങ്ങനെ പോലെയുള്ള ഒരു ഈ പറയുന്ന തീവ്രവാദികളെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കൊടും ക്രിമിനലുകൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അവരൊക്കെ ഒരു പക്ഷേ മെക്സിക്കയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ അമേരിക്കയിൽ ഇല്ല എന്നല്ല ഞാൻ പറയാം. നമുക്കറിയാം കണക്റ്റിക്കട്ടിൽ ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു സ്കൂളിലൊരു വിദ്യാർത്ഥി, ഒരു സീനിയർ വിദ്യാർത്ഥി ഒരു വെടിവെച്ച് കുറേ പിള്ളേരൊക്കെ കൊന്നുകളഞ്ഞതൊക്കെ നമുക്ക് വാർത്തയിൽ 21 പിള്ളേരെ കൊന്നുകളഞ്ഞു നമ്മുടെ കയ്യിലുണ്ട്. അത് അമേരിക്കൻ പൗരനാണ്. അത് അവരിൽ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, സൈക്കോപാത്തുകളായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതേസമയം പുറത്തുനിന്നുള്ള കുറേ ത്രെട്ടുകൾ. അപ്പോൾ അത് മെക്സിക്കയിൽ നിന്ന് ഡ്രഗ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കിങ്, അതുപോലെ തന്നെ വലിയ ക്രിമിനലുകളൊക്കെ കൊടും ക്രിമിനലൊക്കെ ഈ പറയുന്ന മെക്സിക്കൻ രാജ്യത്തു നിന്നൊക്കെ വരുമ്പോൾ അത് ഒരു നാടിന് ഭീഷണിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന റിമെയിൻ ഇൻ മെക്സിക്കോ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം MPP എന്നാണ് പറയുക. അത് ട്രംപിൻ്റെ 2017-21 കാലഘട്ടങ്ങളിൽ ട്രംപ് ഇംപ്ലിമെൻ്റ് ചെയ്തൊരു വസ്തുതയാണ് റിമെയിൻ ഇൻ മെക്സിക്കോ. അതിൻ്റെ പ്രധാനം മൈഗ്രൻസ് വെയർ നോ ലോങ്ങർ ഫോഴ്സ്ഡ്, അതായത് മൈഗ്രൻസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ US ബോർഡേഴ്സ് ആൻഡ് ടു ലിവ് ഇൻ ദ കൺട്രി, അല്ലെങ്കിൽ ദേ നീഡ് ടു ഗോ ഫോർ സം ലീഗൽ ബാറ്റിൽസ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അഭിപ്രായം. പക്ഷേ ബൈഡൻ ഭരണകൂടം വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിമെയിൻ ഇൻ മെക്സിക്കോ എന്നുള്ളൊരു പ്രോഗ്രാം അത് നിർത്തിവെച്ചു. അപ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ്, മൈഗ്രൻസ് വെയർ നോ ലോങ്ങർ ഫോഴ്സ് ടു വെയിറ്റ് ഇൻ മെക്സിക്കോ വൈൽ സീക്കിംഗ് അസൈലംസ് ഇൻ UK. അസൈലംസ് നമുക്കറിയാം അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അസൈലം സീക്കിംഗ്. പല രാജ്യങ്ങൾക്കും ഭീഷണിയായിട്ട് മാറിയത് ഈ അസൈലം ആണെന്നുള്ള കാര്യം ഇവിടെയും കൂടിയും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താണ്. പല രാജ്യങ്ങളും ഇപ്പോൾ ബുദ്ധിമുട്ടത് ഇത് പേരിലാണ്. അതടുത്തത് ആണ് ട്രംപ് വന്നതുകൂടി ഉണ്ടായ ഒരു സംഭവമാണ് 2017-21 കാലഘട്ടമാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഫാമിലി സെപ്പറേഷൻസ് എന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാരൻസും അവരുടെ ചിൽഡ്രനും കുടിയേറി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ട്രംപിൻ്റെ ഭരണകൂടം നിശ്ചയിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, മെക്സിക്കോയിൽ നിന്ന് ഐഡൻറ്റിറ്റി ഇല്ലാതെ വന്നവർ അല്ലെങ്കിൽ ലീഗലി വരാത്തവരൊക്കെ തിരിച്ചു പോകണം. അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന വന്നിരിക്കുന്ന ചിലപ്പോൾ ഈ പറയുന്ന ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര പ്രായമായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അമേരിക്കയിൽ താമസിക്കാനുള്ള. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഫാമിലി സെപ്പറേറ്റ് ആയി പോവാണ്. മെക്സിക്കനും കനേഡിയൻ പൗരന്മാരല്ലാത്ത ഏകദേശം 18% വേറെ ആൾക്കാർ അവിടെ കൂടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യാറ്റിക് സൗത്ത് ഏഷ്യ ഭാഗത്തുള്ള പ്രത്യേകിച്ച് ഫിലിപ്പിനോ. മെക്സിക്കൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടുത്തെ. മെക്സിക്കയിൽ ഒരു 15% ആണെങ്കിൽ ഇന്ത്യയിൽ 7% ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, ലീഗലി താമസിക്കുന്നുണ്ട്. ലീഗലല്ലാതെ നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ആൾക്കാർ, ഫിലിപ്പിനോ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ താമസിക്കും. അപ്പോൾ എല്ലാം കൂട്ടി ഒരു 18% ഈ മെക്സിക്കൻ അല്ലാതെയുള്ള ഈ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബൈഡൻ ഭരണകൂടം അടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ റെഡ്യൂസ് ഡീപ്പോർട്ടേഷൻ ആൻഡ് ഡിറ്റൻഷൻസ്, അതായത് ഡീപ്പോർട്ടേഷനും ഡിറ്റൻഷൻസ് ഒക്കെ വളരെ കുറച്ചു. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡെമോക്രാറ്റ്സുകളുടെ ഒരു തലം എന്ന് വെച്ചാൽ ഈ പറയുന്ന രാജ്യത്തിൻ്റെ സേഫ്റ്റി, ഞാൻ ബയാസ്ഡായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം പറയാണ്, രാജ്യത്തിൻ്റെ സേഫ്റ്റിയേക്കാളും പ്രധാനം അവർക്ക് ഈ പറയുന്ന ഡെമോക്രാറ്റ്സിലെ ആളുകളെ പ്രീണിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന
എൻഡഡ് റിമെയിൻ ഇൻ മെക്സിക്കോ, സ്റ്റോപ്ഡ് ഫാമിലി സെപ്പറേഷൻ, ഇതൊക്കെ കുറേ. അതേസമയം ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രാജ്യം എന്നുള്ള രീതിയിലാണ് ട്രംപ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയാണെന്ന് എനിക്കതിനെ കംപ്ലീറ്റ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും കുറേയൊക്കെ ഒരു ബിസിനസ് മൈൻഡാണ്. എങ്കിലും ട്രംപിൻ്റെ കുറേയൊക്കെ നിലപാടുകൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഭരണകൂടത്തിലുള്ള മൈഗ്രേഷൻ്റെ ഒരു ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ 2021 ഏകദേശം ഒരു 1.7 മില്യൺ മൈഗ്രേഷൻസ് ആണ്. 7 മില്യൺ മൈഗ്രേഷൻസ്, ശ്രദ്ധിക്കണം, 1.7 മില്യൺ മൈഗ്രേഷൻസ് ആണ് ബൈഡൻ്റെ ആദ്യത്തെ വർഷം 2021 അമേരിക്കയിലേക്ക് വന്നത്. 2022 അത് 2.3 മില്യണായിട്ട് മാറി, ഇരട്ടിയായിട്ട് മാറി. അതേപോലെ 2023 സിമിലർ നമ്പേഴ്സ് തന്നെയാണ് പറയുന്നത്. എപ്പോഴും ഈ പറയുന്ന ദീസ് നമ്പേഴ്സ് ഇത് പറയുകയാണെങ്കിൽ ദീസ് നമ്പേഴ്സ് വേർ ദ ഹയസ്റ്റ് ഇൻ US ഹിസ്റ്ററി. യുഎസ് ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് നമ്പേഴ്സാണ്. ലാർജ്ലി ഡ്യൂ ടു അസൈലം സീക്കേഴ്സ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാക്ക് ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ്, അസൈലം സീക്കേഴ്സ്, ഫാമിലീസ് ആൻഡ് അൺഅക്കമ്പനീഡ് മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ടും മെക്സിക്കൻ അല്ലെങ്കിൽ കനേഡിയൻ ബോർഡറിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ പ്രധാനമായിട്ടും മെക്സിക്കനും. അതായത് ഇവർ പോവർട്ടിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്നും, അതുപോലെ തന്നെ ഈ പറയുന്ന സെക്ഷൽ അസോൾട്ടിൽ നിന്ന്. ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഒരു സ്റ്റോറി വായിച്ച് ഓർക്കുകയാണ്. ഒരു സ്ത്രീ, വലിയ പ്രായമൊന്നുമില്ല, അരീബിയൻ രാജ്യത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന അവരുടെ ചിന്തകളനുസരിച്ച് ചെറുപ്പത്തിലെ തന്നെ വിവാഹം കഴിക്കണം, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു നിലപാടും ചിന്തകളൊക്കെ. 12-ാം വയസ്സിലോ ഒക്കെ കുട്ടിയെ വിവാഹം കഴിച്ചൊരു നിർബന്ധിത വിവാഹം കഴിച്ചൊരു സ്ത്രീ പിന്നീട് അവിടെ നിന്നൊക്കെ ആ ബന്ധം ഉപേക്ഷിച്ച് എങ്ങനെയൊക്കെയോ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അമേരിക്കയിലെത്താണ് ചെയ്യണത്. അമേരിക്കയിൽ പിന്നൊരു നല്ലൊരു നിലപാടിലൊക്കെ ജീവിതം. അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ ട്രംപിൻ്റെ ഒരു ഇത് വന്നപ്പോൾ അവരുടെ ഒരു നിലപാട് തന്നെ പറയാം. അവളൊരു ബുക്കൊക്കെ എഴുതിയൊരു വലിയ സ്ത്രീയാണ്, പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത്. ബൈഡൻ്റെ ഒരു 2-3 നിലപാടുകളായിട്ട് പറയുകയാണ്. ഒന്നാമത്തെ ആൾ ചെയ്തത് എൻഡിങ് റിമെയിൻ ഇൻ മെക്സിക്കോ, രണ്ടാമത്തെ റെഡ്യൂസിങ് റീപ്പോർട്ടേഷൻ, അടുത്തത് ഡിലേഡ് എൻഫോഴ്സ്മെൻറ്റ് ഷിഫ്റ്റ്. അതായത് എൻഫോഴ്സ് ചെയ്യാൻ അവരോട് പറഞ്ഞിരുന്നു, അതായത് പ്രത്യേകിച്ച് മെക്സിക്കൻ ബോർഡറിലൊക്കെ. പക്ഷേ അതിൽ കൊടും ക്രിമിനലുണ്ടെങ്കിൽ മാത്രമാണ് ഇവരെ നാട് കടത്തേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ളവർ അവിടെ നിന്നോട്ടെ എന്നുള്ളൊരു കണ്ണടച്ചുള്ളൊരു നിലപാടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം മൈഗ്രേഷൻസ് അമേരിക്കയിൽ വരാൻ കാരണം. പക്ഷേ ഇത് മൈഗ്രേഷൻ എന്നുള്ള വാക്കിനേക്കാളും നല്ലൊരു വാക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇൻവേഷനാണ്. സീരിയസ്ലി ഞാൻ അത് പറയാൻ കാരണം ഈ മെക്സിക്കോ എന്നൊക്കെ പറയുമ്പോൾ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പോവർട്ടിയിലൊക്കെയാണ് താമസിക്കുന്നത്. അതേസമയം അമേരിക്ക പോവർട്ടിയിൽ ഒട്ടും പോവർട്ടി ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അമേരിക്കയുടെ കാര്യം ഒരു നോക്കുകയാണെങ്കിൽ അവിടുത്തെ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഈ റോങ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ കുറേയൊക്കെ മയപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഒരു വാസ്റ്റ് ലാൻഡ്, ഒരു ധാരാളമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. കുറേ സ്ഥലങ്ങൾ വേക്കൻ്റ് ആണ്. ഓക്കെ, അവിടെ ഇനിയും പോപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നന്മ ഉണ്ടാവും എന്നുള്ള കൂടുതലും കാര്യം. അതെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും അമേരിക്കയുടെ ഒരു ബർത്ത് റേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഡിക്ലൈനിങ് ട്രെൻഡാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കൂടിക്കൊണ്ടിരിക്കുന്നില്ല, താഴേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും പോയി കഴിഞ്ഞാൽ ഈ പോലെ ട്രംപ് പോലെയുള്ള കുറേ പ്രായമായ ആൾക്കാർ അവിടെ, ഞാൻ പറഞ്ഞാൽ 35 വയസ്സിന് മേലുള്ള ആൾക്കാരാണ് അവിടെ ഒരു പക്ഷേ കൂടുതലായിട്ട് വരാൻ. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവ തലമുറ ഉള്ളത് എവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് എപ്പോഴും ഈ പറയുന്ന ട്രംപിനൊരു പോരായ്മ വരാൻ സാധ്യതയുണ്ട്. ട്രംപിൻ്റെ ഈ 1-2 പോളിസീസ് 2017 വന്ന പോളിസീസ് ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ പറയുകയാണ് ആൾ സീറോ ടോളറൻസ് ആണ്. അതായത് ഏകദേശം 5500 ഫാമിലീസ് ഈ ട്രംപിൻ്റെ ആദ്യത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രസിഡൻസിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ട്രാവൽ ബാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ട്രാവൽ ബാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൈൽഡ് ട്രേഡ് സെൻറ്റർ തുറന്നതോടുകൂടിയാണ് കൂടുതലും ഈ അമേരിക്കൻസ് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുസ്ലിംസിലൊരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു പേടി. അപ്പോൾ ഈ പറയുന്ന ഈ ബാൻഡ് എൻട്രി ഫോർ ചില പ്രത്യേകിച്ച് പല രാജ്യങ്ങൾ, ഇറാൻ, ലിബിയ, സൊമാലിയ, സിറിയ പോലെ രാജ്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന ട്രംപ് ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത് ബൈഡൻ്റെ ഭരണകൂടം ഈ ട്രംപ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് ട്രംപ് വന്നപ്പോൾ വീണ്ടും 2016-21 കാലഘട്ടങ്ങളിൽ ട്രംപ് എന്താണ് ചെയ്തത് അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ട്രംപ് ഒരു ക്ലെൻസിങ് നടത്തുന്നത്? എത്നിക് ക്ലെൻസിങ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ വൈറ്റ് പീപ്പിൾ എന്നൊരു ക്ലെൻസിങ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്താ പറയുക, വൈറ്റ് വർക്കിംഗ് ക്ലാസ് വോട്ടേഴ്സ്, ഒരു വൈറ്റ് പീപ്പിളിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടറിൻ്റെ നമ്പർ ഒന്ന് കൂട്ടുക എന്നുള്ളൊരു ചിന്ത ആളുടെ മനസ്സിലുണ്ടാവുമായിരിക്കാം. രണ്ടാമത്തെ ആൾ പറയുന്നത് ജോബ് ലോസ്, കൂടുതലും ഈ പറയുന്ന ഏഷ്യ, സൗത്ത് ഏഷ്യ എന്നുള്ള ആൾക്കാരാണ് കൂടുതലും ടെക്നിക്കൽ ആയിട്ടുള്ള ഹൈ ജോബിലൊക്കെ ഇരിക്കുന്നത്. നമുക്കറിയാലോ, നമുക്ക് ഇത് നോക്കാം, ഡാറ്റ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അവരുടെ എണ്ണം കുറച്ച് സ്വദേശത്തു നിന്നുള്ള ആൾക്കാർ കൂടുതൽ വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ്, ശരിക്കും ഒരു പോസിറ്റീവ് ചിന്തയാണ്. എങ്കിലും
ഈ കൂടുതലും അമേരിക്ക എന്നൊരു രാഷ്ട്രം പിടിച്ചു നിൽക്കുന്നത് ഈ കൂടുതലും ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ ഉള്ള ഭാഗത്തുള്ള കൂടുതലും സയൻറ്റിസ്റ്റ് അതുപോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് കുറേയൊക്കെ അമേരിക്ക ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. കംപ്ലീറ്റ് നിലനിന്ന് പോകണമെന്നല്ല, ഒരു പരിധി വരെ. അടുത്തത് ക്രൈം കുറയ്ക്കുക. പിന്നെ അടുത്ത അവസാനമായിട്ട് പറയുന്ന കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരികമായിട്ടുള്ളൊരു എത്നിസിറ്റി എന്ന് പറയാൻ അവകാശപ്പെടാൻ അവർക്കൊരു 100-300 വർഷം 400 വർഷത്തെ ഒരു കാലയളവുള്ളൂ. എങ്കിലും അത് നിലനിർത്തുക എന്നതായിരിക്കാം ഒരു പക്ഷേ ട്രംപ് ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ 2 വശവും ഉണ്ട്. ഒന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യഥാർത്ഥത്തിൽ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ, അതായത് പീഡനവും അക്രമവും പട്ടിണിയും ദാരിദ്ര്യവും മൂലം ഒരു രാജ്യത്ത് നിന്ന് അഭയം തേടി വന്ന ആൾക്കാർക്ക് അതൊരു പിന്നീട് നിൽക്കാകളില്ലാത്ത എന്ത് ചെയ്യും എന്നുള്ളത് നിൽക്കാളില്ലാത്തൊരു സ്ഥലമായിട്ട് മാറുകയാണ് അമേരിക്ക. അതേസമയം തീവ്രവാദികൾ ആയ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു തരം ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്ന്, ഡെമോക്രാറ്റ്സിനെ പ്രീതിപ്പെടുത്തി ട്രംപിൻ്റെ ഭരണകൂടത്തെയും ട്രംപിൻ്റെ പോളിസിയിൽ ഇല്ലായ്മ ചെയ്യുക. അതൊരു പക്ഷേ ഈ പറയുന്ന പല പതാകകളും വിളിച്ച് ഈ പറയുന്ന ലോസ് ആഞ്ചൽസിലുണ്ട്, അതുപോലെ തന്നെ ഈ ന്യൂയോർക്കിലൊരു പ്രൊട്ടക്ഷനെ പറ്റി ഈ പറയുന്ന ആൾക്കാരുടെ പ്രൊട്ടക്ഷനെ പറ്റി കണ്ടിട്ടുണ്ടാവില്ലേ. അതുപോലെ ലോസ് ആഞ്ചൽസിലേക്ക് പല പതാകങ്ങളൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നതിൻ്റെ അതിൽ ഒരു പക്ഷേ കൂടുതലും വേണ്ട ഒരു പകുതിയിലധികവും ഒരു പക്ഷേ ഈ തീവ്രവാദ ആഭിമുഖ്യമുള്ള ആൾക്കാരായിരിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ 100-ലധികം ക്രിമിനലുകളെ പിടിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഈ അവസരത്തിലാണ് എനിക്ക് ഓർമ്മ വന്നത്, മറ്റേ എൽ സാൽവദോറിലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഈ പറയുന്ന ജയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപ് കുറച്ചാൾ മുമ്പ് പറയുകയുണ്ടായി, ഇവിടെയുള്ള ഈ വലിയ കൂട്ടും ക്രിമിനലൊക്കെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം. അത് ക്രൂരമായൊരു ജയിലാണ് എങ്കിലും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ട്രംപിൻ്റെ പിന്നിലുള്ള ഒരു ഐഡിയോളജി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് ജോൺ പറഞ്ഞു. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് റോബിനും ജോണും പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ, ലീഗലായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ അവിടെ കുടിയേറി വരുന്ന വ്യക്തികളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അവിടെ ആ രാജ്യത്ത് നിയമപരമായിട്ട് എത്തിയിട്ടുള്ളവർക്ക് അവിടെ നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ നിയമപരമായിട്ട് അവിടെ എത്തി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ പലരുടെയും ഷോൾഡറിൽ നമുക്ക് കഫിയ കാണാൻ സാധിക്കുന്നുണ്ട്. പലരും മുഖംമൂടി ധരിച്ചിട്ടാണ് ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ തന്നെ മറ്റൊരു മുന്നറിയിപ്പാണ് റോബിൻ പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് ഇല്ലീഗലായിട്ട് അനധികൃതമായിട്ട് ഒരു രാജ്യത്തേക്ക് കുടിയേറുന്നു, അവരവിടെ എല്ലാ തരത്തിലും ശക്തി പ്രാപിക്കുന്നു. അത് പോപ്പുലേഷൻ ആ രീതിയിലായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ ശക്തി പ്രാപിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് അഭയം തന്ന രാജ്യത്തെ ഭരണാധികാരികൾ അവർ നടത്തുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരെ ചോദ്യമുയർത്തുമ്പോൾ ഇവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് നമ്മൾ ലോസ് ആഞ്ചൽസിൽ കണ്ടത്. ഇതിനേക്കാൾ അപ്പുറമായിരിക്കും ഒരുപക്ഷെ യൂറോപ്പിൽ ട്രംപിനെ പോലെ ഇത്തരത്തിൽ ഒരു നട്ടലോടുകൂടി നിലപാടെടുക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആയിരിക്കും യൂറോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ലോസ് ആഞ്ചൽസ് എനിക്ക് തോന്നുന്നു യൂറോപ്പിനൊരു മുന്നറിയിപ്പാണ്, ലോകത്തിനൊരു മുന്നറിയിപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു പ്രതിഭാസത്തിനാണ് അമേരിക്ക ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് കുടിയേറി ആ രാജ്യത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ശേഷം ആ രാജ്യം നിഷ്കർഷിക്കുന്ന നിയമ സംവിധാനങ്ങളോട് ചേർന്ന് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം. തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആ ഒരു പ്രതിഷേധം ലോകത്തിനൊരു മുന്നറിയിപ്പാണ്, യൂറോപ്പിന് ഒരു മുന്നറിയിപ്പാണ്. യാതൊരു ലീഗൽ ഫോർമാലിറ്റീസും ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ അനിയന്ത്രിതമായിട്ട് അഭയാർത്ഥികളെ പല രാജ്യങ്ങളിൽ നിന്നും സ്വന്തം ദേശത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്താൽ സംഭവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ നേർചിത്രം തന്നെയാണ് ലോസ് ആഞ്ചൽസ് നമുക്ക് നൽകുന്നത്. എന്നാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഭരണകർത്താക്കൾക്ക് സാധിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.